നമുക്കിന്ന് അമ്പഴങ്ങ ഉപ്പിലിട്ടാലോ? എങ്ങനെയാണ് അമ്പഴങ്ങ ഉപ്പിലിട്ടാലെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കുറച്ച് അമ്പഴങ്ങ കിട്ടിയതാണ്. ഇത് നമ്മുടെ ഇവിടെ ഒരു ബഡ് തൈ വാങ്ങിച്ചു വെച്ചിട്ട്, ഇത് സ്വീറ്റ് അമ്പഴമാണ് കേട്ടോ. ബഡ് തൈ വാങ്ങിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കിട്ടാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ അച്ചാറിട്ടു, ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ഉപ്പിലിടാം. അമ്പഴങ്ങ ഉപ്പിലിട്ടത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അതുപോലെ അമ്പഴങ്ങ അച്ചാറും കുറേ പേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു അച്ചാറാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ അമ്പഴങ്ങയും കൊണ്ട് ചെയ്യാറല്ലേ. അപ്പോൾ നമുക്ക് അമ്പഴങ്ങ ഉപ്പിടാനായിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിക്കണം. ആ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് വേണം നമ്മൾ അമ്പഴങ്ങ ഉപ്പിടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കുമ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച്, നമുക്കറിയാമല്ലോ ഏകദേശം ഒരു അളവ് അറിയാമല്ലോ, ഒരു 2 സ്പൂൺ, ഈ സ്പൂണ് 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ വെള്ളം നല്ലപോലെ തിളപ്പിച്ചത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയിട്ടില്ല. ആ ചൂട് പോണേക്കാളും മുന്നേ ഒരു 3/4 ഭാഗം ചൂട് പോയി കഴിഞ്ഞു. ആ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അമ്പഴങ്ങേനെ നമ്മൾ ഇടാൻ പോവാണ്. ഉപ്പിലിടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഗ്ലാസ് ഭരണികളെ ഉപയോഗിക്കാവുള്ളൂ. ഇതുപോലെ പ്ലാസ്റ്റിക് ഭരണികൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഭരണിയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണി ഉണ്ടല്ലോ, മൺഭരണി, അതോ നമുക്ക് ഉപയോഗിക്കാം. ഞെട്ട് കളയരുതെന്നാണ് പറയണത് അമ്പഴങ്ങയുടെ നമ്മൾ ഉപ്പിലിടുന്ന സമയത്തും അച്ചാറിടുന്ന സമയത്തും. കാരണം ഈ ഞെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും, പിന്നെ പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ ഞാൻ അമ്പഴങ്ങയുടെ ഞെട്ടോട് കൂടിയൊക്കെ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. എല്ലാം കഴുകി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഞെട്ടൊക്കെ ഒടിഞ്ഞു പോയി, എന്നാലും ഞാൻ അതും കൂടി അതിനകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ വിനാഗിരിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളമാണത്. അപ്പോൾ ചെറിയ ചൂടുണ്ട്. ഈ ചൂടിനകത്ത് കുറച്ച് നേരം ഈ അമ്പഴങ്ങ ഒന്ന് കിടക്കട്ടെ കേട്ടോ. കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് കാന്താരി മുളകും കൂടി ഇടാം. ഇനി കാന്താരി മുളക് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ കൊമ്പൻ മുളക് ആയാലും മതി. പക്ഷേ കാന്താരി മുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കാന്താരി മുളകാണ് ഇടാൻ പോണത്. കുറച്ച് കാന്താരി മുളക് അതിൻ്റെ ഞെട്ടി കളയേണ്ട കാര്യമില്ല, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പഴുത്ത മുളകൊക്കെ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. അമ്പഴങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ വെള്ളം കുറഞ്ഞു പോകരുത്. അത്യാവശ്യത്തിന് വെള്ളം വേണം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കാരണം വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് ഇത് പൂത്തു പോകും. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും അലുമിനിയം പാത്രങ്ങൾ എടുക്കരുത്. കാരണം നമ്മൾ വിനാഗിരിയും ഉപ്പും ഇട്ടാണ് തിളപ്പിക്കുന്നത്. അതുകൊണ്ട് അലുമിനിയം പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതിന് പകരമായിട്ട് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ മൺചട്ടിയോ എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അമ്പഴങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ് കേട്ടോ. അപ്പം നമ്മളിത് എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കണം. അപ്പം നമുക്ക് അടച്ചു വെക്കാം. ഈ ഉപ്പിലിട്ട അമ്പഴങ്ങ നമുക്ക് എടുത്ത് പിന്നീട് വേണമെങ്കിൽ അച്ചാറിടാനായിട്ടൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ഉപ്പിലിട്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലാതെ വെറുതെ കഴിക്കാനും ഒക്കെ അമ്പഴങ്ങ ഉപ്പിലിട്ടത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.